ഗായ്സ് അപ്പം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് തുടങ്ങാം. വേറൊന്നുമില്ല, കോളേജ് കഴിഞ്ഞ് നമ്മളെ കോളേജ് ഇന്നലെ ലാസ്റ്റ് ആയിരുന്നു. അതായത് ഏപ്രിൽ 1/4/2026 ലാസ്റ്റ് ദിവസം ഇന്നലെ ആയിരുന്നു ലാസ്റ്റ് എക്സാം. അത് എഴുതി നമ്മൾ പോകുന്ന ഒരു ഉച്ചക്ക് ഒരു 12 മണിയാകുമ്പോഴത്തേക്ക് എല്ലാവരും എക്സാം എഴുതി കഴിഞ്ഞ് ഇറങ്ങി പോകുന്നു. ഫുള്ള് ഒരു വൈകുന്നേരം 5 മണി വരെ നമ്മൾ ഒരു 3 കൊല്ലം ഒരുമിച്ചുള്ളവരല്ലേ. നമ്മളൊരു സാധാ പോലെ മട്ടിലായിരുന്നു പ്ലാൻ ചെയ്തത്. ഒന്നുമില്ല, ജസ്റ്റ് കുറച്ച് നേരം ഇരുന്ന് വർത്തമാനം പറഞ്ഞ് പോകാമെന്നായിരുന്നു. പക്ഷെ അതിങ്ങനെ നീണ്ട് 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 വൈകുന്നേരം വരെ ആയി. എന്താണ്, കുറേ പേർക്ക് സങ്കടമായി, എനിക്ക് സങ്കടമായി. എന്താ പറയുക, 3 കൊല്ലമായില്ലേ. 3 കൊല്ലം എല്ലാവരും ഒരുമിച്ചിരുന്ന് ലാസ്റ്റ് ഒരു ഫുഡും കഴിച്ച് ടാറ്റാ ബൈ ബൈ പറഞ്ഞ് പിരിഞ്ഞിന്. അതിൽ പല ആൾക്കാരെയും കാണൂല, ചാൻസ് കുറവായിരിക്കും. എന്നാലും എപ്പോഴേലൊക്കെ ഒരു കൊല്ലത്തിൽ 3-4 വട്ടം കാണാനൊക്കെ പറ്റുള്ളൂ. സാധാരണ ഡെയിലി കണ്ട് 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 ഇതാവുന്നതല്ലേ, അത് പറ്റൂല. അതിൻ്റെ ഒരു സങ്കടമുണ്ട്. അപ്പോൾ കോളേജ് കഴിഞ്ഞ്, കോളേജ് ഡേയ്സ് ആർ ഓവർ. അപ്പോൾ ഇനി അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കും നമ്മൾ. പക്ഷേ ഇന്ന് നമുക്ക് വേറെ സ്ഥലത്തേക്കാണ് പോകുന്നത്. ഏതാ പാക്കിങ്, അത് ഡ്രസ്സ്, അത് കൊണ്ടുപോകാനുള്ള വേറെ സാധനങ്ങൾ, ഇത് എക്സ്ട്രാ ഒരു ബാഗും അതിൽ സാധനങ്ങളും. അപ്പം എങ്ങോട്ടൊക്കെ പോകുന്നതും അതൊക്കെ വഴിയേ പറയുന്നതാണ്. പിന്നെ ഇന്ന് നമുക്ക് നമ്മുടെ ക്ലാസ് ഫായിസ് അവൻ്റെ താത്തൻ്റെ കല്യാണമുണ്ട്. അപ്പം അതിന് പോകണം കൊടുവള്ളിക്ക്. അപ്പം ഇപ്പം ഞാൻ കുറച്ച് നേരം മുന്നേ എണീറ്റിട്ട് ടൈം 9:15. അപ്പം ഒരു ഉച്ചയാകുമ്പം അവിടെ എത്തണം, കൊടുവള്ളി എത്തണം. ഉച്ചയാകുമ്പോഴാണ് കല്യാണം എന്ന് പറഞ്ഞത്. അപ്പം ആദ്യം ഇവിടുന്ന് കാറെടുത്ത് അത്തിനാൻ്റെ അവിടെ പോകണം. അവിടേക്ക് അതിനാലും മാജി വരുന്നുണ്ടെന്ന് ഉറപ്പില്ല. മാജി ഉണ്ടെങ്കിൽ നമ്മൾ 4 ആളും കൂടി കാറിൽ കൊടുവള്ളി പോകും. കൊടുവള്ളിയിൽ നിന്ന് കല്യാണം കൂടി ഫുഡ് അടിച്ച് അവിടുന്ന് ഒരു കറക്റ്റ് ഒരു ടൈമിന് ഇറങ്ങും. ആ ഒരു ടൈം കറക്റ്റ് റെയിൽവേ സ്റ്റേഷനിലേക്ക് 1 മണിക്കൂർ 5:15 ട്രെയിൻ. അപ്പം അതിൻ്റെ മുന്നേ എന്തായാലും 4:15 ആകുമ്പോഴത്തേക്കെങ്കിലും അവിടെ നിന്ന് ഇറങ്ങണം. ഒരു ഇതുണ്ട്. എങ്ങോട്ടൊക്കെ പോകുന്നതെന്ന് നമുക്ക് പോകുന്ന വഴിക്ക് പറയാം. ഇപ്പം എന്തായാലും ഡ്രസ്സൊക്കെ ഇട്ട് കുളിച്ച് മാറ്റി സെറ്റായി ഫുഡ് കഴിച്ചിട്ട് എണീറ്റിട്ടുള്ളൂ, കുറച്ച് നേരം ആയിട്ടുള്ളൂ. അപ്പോൾ കല്യാണം ബാക്കി കാര്യങ്ങളൊക്കെ വഴിയെ കാണുന്നതാണ്. പിന്നെ അതിനാലി പോവാണ് ഖത്തറിലേക്ക്. അപ്പം ഇന്ന് ഞാൻ പോയി കഴിഞ്ഞ് ഓന് 8-ാം തീയതി 7-ാം തീയതി ഓനും പോകും. ഞങ്ങൾ രണ്ടാളും പോവും. പിന്നെ മാജി അതിനാനൊക്കെ ഒറ്റയ്ക്ക് വലിയ ചാടിക്കാൻ പോകുമ്പോൾ നമ്മളുണ്ടാവില്ല. അതും മിസ് ചെയ്യുന്നു, കുറച്ച് മിസ്റ്റേക്ക് എല്ലാം ഫുള്ള് ഒരു ഇതിലേക്കാണ് പോകുന്നത്. ഫുള്ള് സാഡ്നെസ് എന്താ പറയുക. കോളേജ് കഴിഞ്ഞ് ഒരു സുഖമില്ല. അല്ലെങ്കിൽ എല്ലാ ദിവസവും രാവിലെ എണീറ്റിട്ട് മെഷീൻ ഓഫായി മുകളിൽ പണി നടക്കുന്നുണ്ട്. അപ്പോൾ എന്താണ്, എല്ലാ ദിവസവും രാവിലെ എണീറ്റിട്ട് കോളേജിലേക്ക് പോകാം, ആ ഒരു മൈൻഡിലായിരുന്നു. പക്ഷെ ഇന്നലെ എക്സാം കഴിഞ്ഞിട്ട് എന്തോ അത്രയും നേരം പിടിച്ചു നിന്ന് ലാസ്റ്റ് വരെ. എന്താ, നമ്മളിങ്ങനെ സാധാ പോലെ തമാശയൊക്കെ പറഞ്ഞ് ഫോട്ടോ ഒക്കെ എടുത്ത് സെറ്റാക്കി ഞങ്ങൾ പ്രൈവറ്റ് ചാനലിൽ വ്ളോഗൊക്കെ എടുത്ത് എല്ലാം അത് 1.5 മണിക്കൂറുണ്ടായി. അതൊന്ന് അപ്ലോഡ് ചെയ്ത് തീരാൻ കുറേ ടൈം എടുത്ത് അതൊക്കെ ചെയ്ത് ലാസ്റ്റ് വരെ പിടിച്ച് നിന്നു. അതുവരെ ഞാനിങ്ങനെ പിടിച്ചു നിന്ന്. ലാസ്റ്റ് ബസ് കയറുന്നു, സ്കൂട്ടർ എടുത്ത് പോകുന്നു. അതും കൂടി കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോയി. പിന്നെ ഞാൻ അതിനാൻ്റെ കൂടെ ബാക്കിൽ നിന്ന് കുറച്ച് നേരം കുഴപ്പമില്ല. ഇനിയിപ്പം അരിനൊക്കെ ഇനി നാട്ടിൽ പോയി അങ്ങ് പോയി വന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും. അരി മെയ് പകുതി ആകുമ്പോഴത്തേക്ക് വരും. ഞാൻ മെയ്യിന് മുന്നേ എന്തായാലും വരും, ഏപ്രിൽ ലാസ്റ്റിലേക്ക്. അപ്പം അതൊക്കെയാണ് ഇവിടെ പണി നടന്നുകൊടുക്കുക. കാണുന്നുണ്ടോ ഒരു ഇതും വെള്ളമൊക്കെ കണ്ടില്ലേ. മുകളിൽ ഫുള്ള് ക്ലീൻ ചെയ്തിട്ട് എന്താ പറയുക, കുട്ടിയിടെ വൈപ്പാശ് ചെയ്യും ആ സംഭവം. അപ്പം ബാക്കി വിശേഷങ്ങൾ പോകുന്ന വഴിക്ക് കാണാം. ലെങ്തി വ്ളോഗ് ആക്കാൻ താല്പര്യമുണ്ടെന്ന് വെച്ചാൽ ഇല്ല, കാരണം പണിയാണ്. ട്രെയിനിൽ പോകുമ്പം ചാർജ് ചെയ്യണം, അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ടല്ലോ, എപ്പോഴും നടക്കണമെന്നില്ല. കാരണം ബാക്കിയുള്ളവരും യൂസ് ചെയ്യേണ്ടി വരില്ല. അപ്പം കുറച്ചൊരു മിനിമം വ്ളോഗിൽ കുറച്ച് നൈസ് ക്വാളിറ്റി സാധനം ഇന്ന് മുതൽ നമ്മൾ ഇറക്കാൻ ശ്രമിക്കുന്നതാണ്. അപ്പം പോകുന്ന വഴിക്ക് കാണാം. ബൈ ബൈ. നമ്മൾ
ഫുഡ് കഴിക്കാൻ പോകുന്നു. ഫുഡായിട്ടില്ലായിരുന്നു. എന്താണ് പണിക്കാരുണ്ടായപ്പോൾക്ക് പത്തിരി അപ്പം അപ്പം നേരം വൈകിപ്പോയി. ഞാനും ഒന്ന് ഹെൽപ്പാക്കി എനിക്കുള്ളൂ തിന്നാണല്ലോ. വേറെ ഇവിടെ നിന്ന് ഇറങ്ങും. സാധനങ്ങൾ പണി സാധനങ്ങളൊക്കെ ക്ലീനാക്കുക. മുറ്റം കണ്ടാൽ അറിയാം. ഫുള്ള് ഇതാ ബ്ലാക്ക് മറ്റേ പായലില്ലേ അത്. അപ്പം ഒരു മുകളിൽ പണി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇനി ഫുഡ് കഴിച്ചിട്ട് അതിനാനോലൊക്കെ ഒന്ന് വിളിച്ച് സെറ്റാക്കണം. എണീറ്റിട്ടും കൂടി ഇല്ലല്ലോ ആരും. അപ്പം തോന്നി കാണാം. അപ്പം പത്തിരിയും കോഴിക്കറി റെഡി. നമുക്ക് ഫുഡ് കഴിക്കണം. വേഗം പെട്ടെന്ന് സെറ്റാക്കാം. ഇതെങ്ങനെ കൊണ്ടുപോകുന്നൊരു ഐഡിയ ഇല്ല. ട്രോളിയും ബാഗൊക്കെ സാധാ പോലെ കൊണ്ടുപോകാം. ബട്ട് മറ്റേത് കയറിട്ട് ചുറ്റി മറ്റേ എടുക്കാൻ പറ്റുന്ന രീതിയിലാക്കേണ്ടി വരും. വലിയ കാര്യമില്ല, ഒരാൾക്ക് പിടിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ഞാൻ അതിലേക്ക് കയറ്റിത്തരാൻ ചെക്കന്മാരുണ്ടെങ്കിലും അവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകാൻ കുറച്ച് പണിയായിരിക്കും. നോക്കാം. അപ്പം ഫുഡ് കഴിച്ചിട്ട് കാണാം ഗൈസ്. അപ്പം നമ്മൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഫുള്ള് പാക്ക് ചെയ്ത് കുറച്ചുകൂടി ഡ്രസ്സ് വെക്കാണ്ടായിരുന്നു. അത് വെച്ച് ഇതിൻ്റെ സെറ്റാക്കാനുള്ളത്. പിന്നെ അതാ ഫുഡ് ഇന്ന് രാത്രി തക്കാളിക്കറിയും ചപ്പാത്തിയും ചിക്കൻ ഫ്രൈ ഉണ്ട്. പക്ഷേ അത് കുറച്ചുള്ളത് മതിയോ വേണ്ടാന്ന് പറഞ്ഞിട്ട് കുറച്ച് ഇട്ടിട്ട് ഉണ്ട്. വേണ്ടിയിരുന്നത് കുഴപ്പമില്ല. പിന്നെ എന്തായിരുന്നു പറയാൻ വന്നത്? ഇത് പാക്ക് ചെയ്ത് ഇത് കഴിഞ്ഞ് ഇപ്പം 11 വിലക്ക് എത്തും. കല്യാണത്തിന് പോകണം. അവിടുന്ന് ഇതാണ് ഡ്രസ്സ് കാണിച്ചത് ഗൈസ്. അപ്പം ഇതാണ് ഡ്രസ്സ്. ബ്ലാക്ക് പാൻറ്റും ഈ ഷർട്ടും. അപ്പം നമ്മൾ ഇതിട്ട് പോകും. പിന്നെ അവിടെ നിന്ന് പറ്റുകയാണെങ്കിൽ മാറ്റണം. കാരണം ഓൾറെഡി ഒരു സെറ്റ് ഞാൻ ട്രെയിനിൽ നിന്ന് ഇടാനുള്ള എടുത്തതിൻ്റെ ഇത് കല്യാണം ഉണ്ടായതുകൊണ്ടാണ് ഇതിട്ടത്. മാറ്റാൻ ടൈം കിട്ടിയാൽ മതിയിരുന്നു. പള്ളിത്തായത്ത് പോകുന്നുണ്ട്. അപ്പം പള്ളിത്തായത്ത് നിന്ന് അവിടെ നിന്ന് മാറ്റിയിട്ട് അങ്ങ് പോയാൽ മതി സെറ്റ്. അപ്പം എല്ലാം സെറ്റായിട്ടുണ്ട്. സാധനങ്ങളൊക്കെ ഓക്കെയാണ്. ഫുഡ് റെഡി, എല്ലാം റെഡി. ഇനി കല്യാണത്തിന് പോവാം. പള്ളിത്തായത്ത് നിന്ന് കയറാം. റെയിൽവേ സ്റ്റേഷനിൽ പോവാം. ട്രെയിൻ കയറാം. എങ്ങോട്ടാ പോകുന്നതെന്ന് പറയാം. ഓക്കെ. അപ്പം നമ്മൾ അടുത്ത ഘട്ടത്തിൽ കിടക്കുകയാണ്. എവിടെ കാർ എടുത്തിട്ട് കൊണ്ടുവന്ന് വെക്കാം. പെട്ടിയും കാര്യങ്ങളും കേട്ടുള്ളതല്ല. വീടിൻ്റെ മുകളിൽ വീടിന് കാണുമോ? ഇല്ല, കാണൂല അല്ലേ. അപ്പം കാറെടുത്ത് ഫ്രണ്ടിൽ കൊണ്ടുവച്ച് സാധനങ്ങൾ കയറ്റാം. കാറിൻ്റെ സൈഡിൽ ചളിയായതൊക്കെ അത് ഇവിടെ ക്ലീൻ ആക്കുമ്പോൾ ആയതാണ്. നമുക്കതൊരു പ്രശ്നമല്ല, കാരണം അത് കഴുകിയാൽ പോകുമല്ലോ. അയ്യോ, വലിയൊരു പരിപാടി ചെയ്യാൻ പറഞ്ഞു. ഷൂ ഇടാനുണ്ട്. അപ്പം ചെരുപ്പും വേണം. അത് കവറിലാക്കി സെറ്റാക്കണം. അയ്യോ എന്ത് ചൂടാണ്. കല്യാണത്തിന് ചൂടത്ത് പോവാന്ന് പറയുമ്പോൾ വല്ലാത്തൊരു ഇതാണ്. അപ്പം നമുക്ക് നല്ല വണ്ടി ഫ്രണ്ടിൽ വെച്ച് പെട്ടിട്ടുമ്പോൾ കാണാം. ബൈ പറ.
ബൈ. ഞാൻ എങ്ങോട്ടാ പോകുന്നത്? നാസിക്ക്. എന്നാ ബൈ. അപ്പം നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. അതിനാൻ്റെ അവിടെ പോകണം. 2 സാധനം കൂടി വാങ്ങാനുണ്ട്. അവിടെ നിന്ന് ഓർഡർ കിട്ടിയതാണ്. അപ്പം അതും വാങ്ങി നമ്മൾ അതിനാൻ്റെ അടുത്ത് പോയി അലീനെയും കൂട്ടി എല്ലാവരെയും കൂടി കല്യാണത്തിന് പോകും. അലി അവിടെ നിന്ന് വീട്ടിൽ എടണപ്പാറന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമുക്കിനി അതിനാൻ്റെ അവിടെ എത്തിയിട്ട് കാണാം. നമ്മളിതാ എത്തി പോകുമ്പോൾ ചാവിൻ്റെ ഉള്ളിലേക്ക് പോയി ലോക്കി പോകും. നമ്മൾ അതിനാൻ്റെ അടുത്തിട്ടുണ്ട്. ഇനി അതിനാലെ പോയി നോക്കി വെക്കാം. വീഡിയോ പോസ്റ്റ് ചെയ്ത് ചിലപ്പോൾ അവിടെ അവൻ്റെ ഫാമിലി ഉണ്ടാവും. ഗൈസ് അതിനാൻ ഇന്നലത്തെ പറഞ്ഞുകൊണ്ട് ഇന്നലത്തെ എടുത്തില്ല നമ്മൾ. ഇന്നലെ നമ്മൾ വ്ളോഗ് എടുക്കാൻ ശ്രമിച്ചിരുന്നു, പക്ഷെ നടന്നില്ല. മറ്റേ വ്ളോഗ് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അമ്മ വലുപ്പത്തും നല്ല ചൂട്. എന്താ ഉണ്ടോ? ഇന്നലത്തേനെ പറ്റി എന്താ പറയാനുള്ളത്? ഇന്നലത്തെ ബാക്കി ഇന്നലത്തെ എടുത്തില്ല, നമ്മൾ എടുത്തില്ല, ഒഴിവാക്കി. ഇന്നലെ സ്പേസ് ഇല്ലല്ലോ. ഇന്നിപ്പോൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റ ഫീലിങ്സോടെ പറയുന്നാലും ആ മുഖത്തൊന്നും ബാക്കിയല്ലേ മനസ്സിലാക്കുക. കുഴപ്പമില്ല, സങ്കടമൊന്നുമില്ല. നമ്മളിങ്ങനെ മാറി മാറി വരും. ഞാൻ പോയി അവിടെ നിന്ന് റെഡിയാവും, അതിൽ പോയി ഖത്തറിൽ നിന്ന് റെഡിയാവും. ഇവരൊക്കെ ഇവിടെ നിന്ന് ഒറ്റയ്ക്ക് റെഡിയാവട്ടെ. എന്നാൽ ഓല് വന്നിട്ട് ഓല് പത്താനായിട്ടുണ്ട്. ഓക്കെ, ഓ ഇതാണല്ലേ ഇജ്ജ് നീലട്ടോ എന്ന് വെച്ചോണ്ടിരുന്നേ അല്ലേ? ഫോണ് എന്താണ് പറയാനുള്ളത്? അല്ല ഇങ്ങനെ പോവില്ല. പിന്നെ പള്ളിത്തായത്ത് എത്തിയിട്ട് ഡ്രസ്സ് മാറും. പിന്നെ ഇതിട്ടിട്ട് നടക്കൂല മോനെ. അയ്യോ എനിക്കിത് പറഞ്ഞോട്ടോ കേട്ടോ. സാധനങ്ങളൊക്കെ വീനത്തെ ഇത് പെട്ടെന്ന് ഹലോ, അവിടെ കല്യാണത്തിന് പോലെ കൊടുവള്ളി മാജി എന്തിനാണ് എത്ര സുന്ദരനായത്? സുന്ദരനോ? അതന്നെ എന്താ സുന്ദരനാവാതെ അങ്ങനെ പരിപാടിക്ക് പോകുമ്പോ നമ്മളെ അണിഞ്ഞു പോണ്ടേ. പക്ഷെ ഇതൊരു പ്രത്യേക സ്ഥലത്താണല്ലോ പരിപാടി. അതിൻ്റെതായ ഒരു ഇതുണ്ടോ? തികച്ചുമുണ്ട്. അതായത് കൊടുവള്ളി എന്തിനാണ് ഫേമസ് എന്ന് കോഴിക്കോട്ടുകാർക്ക് നല്ലോണം അറിയാം അല്ലേ? ഇനി ഒരു പോയി സ്പീക്കർ എടുത്തിട്ട് വരട്ടെ, നമുക്ക് ഇനി കല്യാണത്തിന് പോകാം. അപ്പൊ നമ്മളിതാ പായസിന്റെ കല്യാണം കഴിഞ്ഞിട്ട് നമ്മള് റസലിന്റെ ട്രെയിനിലെ തേടി പോകുന്നു. എന്താണ് ഈ ന്യൂസിൽ പറയാനുള്ളത്? ഈ നിമിഷത്തിൽ പള്ളിത്തായിട്ട് ഒന്ന് കയറി ലാസ്റ്റ് ആയിട്ട് അങ്ങനല്ല, പോണതിന് മുന്നേറ്റ് അതെ അത് നാട് വിട്ടു പോവുകയാണ്. നമ്മളെല്ലാരും അതിനാനുണ്ട്, മാജിയുണ്ട്. നല്ല അടിപൊളി വണ്ടിയാണ്. നല്ല AC ഒക്കെ കിട്ടുന്നുണ്ട്. അത് നല്ല തണുക്കില്ല എനിക്ക്. പിന്നെ പാട്ട് നമ്മൾ വേറെ സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചാണ്. പാട്ട് കോപ്പിറൈറ്റ് അതുകൊണ്ടാണ് ക്യാമറ ഓഫ് ആക്കി അപ്പം പാട്ടിടുന്നതാണ്. ഇതിപ്പോ സ്ഥലം എവിടെ എത്തി വെച്ചാല് പൂവാട്ട് പറമ്പെത്തി. നമ്മളെങ്ങോട്ടാണോ അതിനാൻ പിസ്ത കുടിക്കാൻ അവസാനമായിട്ട് ലാസ്റ്റത്തെ മണിക്കൂറുകളില്ലല്ലോ, മിനിറ്റുകളില്ലേ? ആ ടൈമിൽ നമ്മളിന്ന് പിസ്ത കുടിക്കാൻ വന്നതാണ്. മണിക്കൂറുകൾ എന്താണ് ആലിക്കാൻ്റെ പിസ്ത. പ്രൊമോഷൻ ആയിക്കോട്ടെ അല്ലേ? പൈസ കിട്ടൂ? നല്ല പ്രൊമോഷൻ.
എങ്ങനെ ഉണ്ടായിരുന്നു മാജി കാർ യാത്ര? ഞങ്ങൾ ചുറ്റുപോയിട്ട് അല്പം ഞങ്ങൾ ഓർഡർ ചെയ്തിട്ട് വരിട്ടോ. ഓ സീറ്റ് കിട്ടി. അപ്പം ഇവരുണ്ടായത് ഫായിസിൻ്റെ കല്യാണത്തിന് പോയി. അവിടുന്ന് നമ്മൾ കല്യാണത്തിന് ഫോട്ടോ എടുത്താൽ ഫോട്ടോ കിട്ടിയേക്കൂലേ? അല്ല, കല്യാണത്തിന് ഫോട്ടോ എടുത്താൽ കിട്ടൂല. അപ്പം നിന്നില്ല, അവന് നാണായിപ്പോയി. അത് കഴിഞ്ഞ് പള്ളിത്തായത്ത് പോയി ഡ്രസ്സ് മാറ്റിയതാ. അപ്പോൾ ഡ്രസ്സ് മാറ്റി വന്ന് വല്യപ്പനും എല്ലാവരും ഒന്ന് കണ്ട് സലാം പറഞ്ഞ് പോന്ന്. ഇനിയിപ്പോൾ എന്താ, ഇനിയിപ്പോൾ ഒതൻറ്റിക്കായിട്ട് പിസ്തൊക്കെ ഒന്ന് കുടിച്ച് ബീച്ചിലൂടെ ഒന്ന് പോയി പെട്ടെന്ന് അങ്ങോട്ട് പോകണം. ഇത് കുടിക്കുമോ? ഓ മൈ ഗാഡ്, സാധനമുണ്ട്. പക്ഷേ ഈ ചെറിയ ചെറിയ ഐസ് കട്ടകൾ എനിക്ക് ഇഷ്ടമായില്ല. കൂടിയിട്ടാ പറഞ്ഞു. ഓ ജിങ്ക പറഞ്ഞു കേട്ടോ. ഇന്ന് പപ്പായ ജ്യൂസ് ഇരുള്ളൂ. ഇത് മാജിന്റെ ഏരിയ മതി. സിപ്പ് ജോയ് ടേസ്റ്റ് ഫ്രഷ്നെസ് സ്വീറ്റ് ജ്യൂസ്. നോമ്പ് പറഞ്ഞ വെയില് തണുത്ത ജ്യൂസ് ഒന്നും കുടിക്കാനില്ല. രണ്ട് ടയറും കറങ്ങൂലേ? നമ്മള് എന്നാല് പോകുമ്പോ കാണാം. ഇപ്പൊ നമ്മള് പിരിയാണ്. എടാ അതിനെ വെച്ചിട്ടൊക്കെ ഞാൻ റീൽ ഉണ്ടാക്കണം വിചാരിച്ചിനി, നടന്നില്ല. ഇല്ലേ ഇതൊരു കാര്യം ചെയ്യും, ആ വ്ളോഗ് നോക്കിയിട്ട് നല്ല ഭാഗമൊക്കെ കഴിച്ചിട്ടുണ്ട്. ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് സെറ്റാക്കാം. പേയ്മെന്റ് ഉണ്ട്. ഓ ഒരു പേയ്മെന്റ് ഒക്കെ തരാം. ഓ എത്ര രൂപ വേണ്ടി വരും? ആകെ 10-15 ബ്ലോഗ് ഉണ്ട്. അതിനൊക്കെ ഇവൻ എന്തൊക്കെ പറയണേ. ഇതില്ലേ ചെറിയ മാമന്റെ വരുന്ന നടുവത്തത് അതൊക്കെ കാണും. അതൊക്കെ ഓരോ കളവ് കാണില്ല. കാറിൽ AC വെക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ ബന്ധു എന്തൊക്കെ പറയുന്നുണ്ട്. ഇവന്റെ പേര് അതിനാലി MP മധുരപ്പുൽ പുളിക്കത്തോട്ടി ഇടണപ്പാറ. നമ്മളെന്താ പ്ലാൻ പറയൂ? ബീച്ചിൽ കൂടി നടക്കാൻ എനിക്ക് തോന്നുന്നുണ്ട്. അതന്നെ ഏറ്റവും നല്ല ഒരു റെയിൽവേ സ്റ്റേഷൻ പോലെ ഒരു ബിസിനസ് ഇട്ടാലോ? അതിന്റെ എത്ര വരുമോ? അതാ വെയില് കൊണ്ട് മടുത്ത ആൾക്കാര്. വണ്ടി പെടുക്കണ്ടെന്ന് ഓ പൊടച്ചോൻ എന്തത് തുറന്നോ കിട്ടും. കാലുള്ളൂടാ. ചാവിയും തരുമോ? കയ്യും കാലും വെച്ച ടീമൊക്കെ പിടിക്കോ കട്ട് ചെയ്യണ്ട.
ആലോചിച്ച് മുംബൈക്ക് കൊണ്ടാ നമ്മളൊന്നും വീട്ടിൽ കൊണ്ടാക്കി ഗൾഫിലെത്തിട്ട് ഞാൻ അടുത്ത് നേരെ വീട്ടിൽ കൂടി എന്നിട്ട് നമ്മളെ കൊണ്ടാക്കിട്ട് നല്ല രസമുണ്ട് മിൽക്കൊക്കെ പുറത്തേക്കാടും. അപ്പം നമ്മള് ഇനി ബീച്ചിൽ കൂടി പോയില്ലല്ലോ, നേരെ പോവല്ലേ? എന്നാ നമ്മൾ ഇനി റിവിഷനിലെത്തിയിട്ട് കാണാം. നമ്മൾ തണലത്തിരിക്കുകയാണ്. മുന്നില് കാറ്റില്ല, ബാക്കിലേ കാറ്റുള്ളൂ. ഒരു ഫാൻ വാങ്ങിട്ട് പോവാ, കൂളർ വാങ്ങിട്ട് പോവാ, ബാക്കിലടക്കാൻ പറ്റും. അങ്ങനെ പേ പാർക്കിങ്ങിൽ കയറി, വേറെ വഴിയില്ലേ, എവിടെ നിർത്താൻ പറ്റൂലല്ലോ. ഒരു പങ്ക വണ്ടി അവിടെ നിർത്തി. ഇനി 1 മണിക്കൂർ ടൈം ഉണ്ട്. നമ്മൾ കറങ്ങാന്ന് വിചാരിച്ചു, പക്ഷെ ചൂട് കാരണം മൂട് പോയി. പിന്നെ നമ്മളിങ്ങനെ ഇവിടെ ഇങ്ങനെ അങ്ങനെ 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 കാത്തു നിൽക്കുക. അത് ഊഞ്ഞാലാടിയാലോ? അതാണ് എനിക്ക് എത്തണ്ടേ, വീട്ടിലെത്തണ്ടേ? ഞാൻ ഇങ്ങോട്ട് വരും, ഓൻ പള്ളിത്താഴ്ച എത്തുമ്പോ ഞാൻ ഒന്ന് ചെറുതായിട്ട് മയങ്ങി. അതിന് പാട്ടിട്ട് ഉറങ്ങിനതേ മറ്റേ കുടുംബങ്ങനത്തെ കയറില്ലേ, അത് മുതല് സമ്മതിച്ചു, നമ്മളെ ഞാൻ സമ്മതിച്ചു. ഇനിയിപ്പോ എന്താ ഞാൻ ക്യാമറ ഒന്ന് തുറക്കട്ടെ. എക്സ്പീരിയൻസ് ഇല്ല. ഞാൻ ഇനി സത്യം പറയാം, എനിക്ക് വണ്ടി ഓട്ടായിരുന്നു. ഇന്നത്തേക്ക് മാത്രം മറന്നുപോയി, നാളെ ഓർമ്മ വരും. ഇന്നത്തേക്ക് അല്ലെങ്കിൽ ഒരു നേരത്തേക്ക് മാത്രം. ഇതെന്താ? ഞാൻ വേറെ ഫസ്റ്റ് ട്രയല് ബൈക്കിന്റെ മാത്രമേ ഇട്ടില്ല, കാരണം കിട്ടില്ല. എടുക്കുമ്പോ 2.5 ഷോപ്പാക്കി വെച്ചാൽ ഓർമ്മ മാനന്തവാടി വണ്ടി കയറി എടുത്ത്. അതുപോലെ കുറച്ച് പെണ്ണുങ്ങളെ ഓറ പോക്കാം. അപ്പൊ ഓറ പോയാല് വെകിടി കിടന്നട ഉറങ്ങും. ഇന്നലെ കട്ടാങ്കി 2 ഓഫായിട്ട് വെകിടി ഒറ്റ മറ്റേ അങ്ങോട്ട് പോകണ്ടക്കി. ഇനി നമ്മളെന്നാ കാണല്ലേ? ബാലുവിന്റെ ഭാഗമായിട്ട് ലാസ്റ്റ് ഒരു പാട്ട്, ബാലുവിന്റെ ഭാഗമായിട്ട് അല്ലേ, ബാലൊരു പാട്ട് കാണും. അപ്പൊ നമ്മൾ വ്ളോഗോട്ട് അവസാനിച്ചു. എന്നാടാ കേട് വെക്കാടിക്കടി പൈങ്ങടി. എനിക്ക് ഇവിടെ നിന്നിട്ട് എന്തൊരു ഇത്. ട്രെയിനിൽ AC ആണ്, ബെഡ് ഇങ്ങനെ കിടക്കുക. ചാടേണ്ട ആവശ്യമില്ല, അല്ല ചാടേണ്ട ആവശ്യമില്ല, നേരെ കൊണ്ട് ഇറക്കാൻ വേണ്ടി നമുക്കറിയാം. നമുക്ക് നേരെ തിരുവമ്പാടി കൂടെ നാരങ്ങ കൊടുത്തൂലേ? ഓ സുഖമായിട്ട്, അത് എളുപ്പമായി അല്ലേ? ലേറ്റ് ആവില്ലേ, രാത്രി ആവൂലേ? എന്താണ് ഇവിടെ എന്താ തൊണ്ടയാട് കിടക്കണം എന്നുണ്ടെങ്കിലേ ഷോർട്ട് ഉണ്ട്, ആയിക്കോട്ടെ പോവാ. ത്യാഗം സഹിച്ചിട്ടല്ലേ നിങ്ങള് വരുന്നത്? ത്യാഗോ? ഡ്രോപ്പ് ചെയ്തിട്ട് പിന്നെ ഇങ്ങോട്ട് ഒറ്റക്ക് വന്നിട്ട് അടുത്ത പ്രാവശ്യമല്ലേ ബസ്സിന്റെ അത് കൂടി റെയിൽവേ സ്റ്റേഷൻ ഉണ്ടാക്കാൻ പറയട്ടോ. ഒപ്പിട്ട് കൊടുക്കണേ, ഒപ്പിട്ട് കൊടുക്കണോ? ചിന്തിച്ചില്ല. റെയിൽവേ പറഞ്ഞാൽ ഭയങ്കര ലോക്കലാണ്. ലോക്കലല്ലേ, എന്നാ എയർപ്ലെയിൻ ആക്കിയാലോ? എയർപോർട്ട് മുക്കത്തോ? ഓ എന്റെ മറ്റേ ഇവന്റെ മറ്റേ റിസോർട്ടിന്റെ അടുത്ത് ഇതുവരെ സാങ്ഷൻ അങ്ങനെയല്ല, ഗവൺമെന്റിനെ അറിയിച്ചില്ല. പ്രൈവറ്റ് ചെയ്യുന്ന ആളിനോട് പറഞ്ഞു സംഭവല്ലേ. ഇല്ലല്ല, ആ ഭാഗം കട്ടില്ല.
ഒരു കാഴ്ച വ്ളോഗ് ഇത് കട്ട് ചെയ്യാം. അപ്പൊ ഗായ്സ് നമ്മളുടെ സാധനങ്ങൾ എടുക്കാണ്. കേറാൻ തന്നെ പേടിയാവും. അതിപ്പോ ലഗേജ് ഒക്കെ എടുക്കാൻ അലി ഇതാ വരുന്നു. അലിക്ക് ആ വലിയ ഇത് തന്നെ കൊടുക്ക്, പെട്ടി തന്നെ കൊടുക്ക്. അലി ബാഗ് പിടി. എന്താ ചെയ്യ്? അല്ലാണ്ട് ബാഗിനെ കുറിച്ചോളാം. ഇതിലേക്ക് ഇടാനുള്ളതാ. ആ ട്രോളി ഒന്നും വരുമോ? അല്ല അതിനനുസരിച്ച് ഇതൊക്കെ സഹിച്ചോണ്ടാണ് ഒരു ചെങ്ങായി പൊരേ പോണേനാണ് ഇത്ര കഥനകൾ. ഇജ്ജി പോണേനാണ്. അലി പോണോക്കിയ ഒരു എന്നനെ പോലെ ആരുമില്ലേ இந்த ഭൂമിയിലെ ഇല്ലാത്തൊരു ദിവസം. ഒരു ദിവസം അവന്റെ ഡ്രൈവർ ഷൂട്ട് എടുത്ത് ഇനിയിപ്പൊന്നുമില്ല. ഇനിയിപ്പോ ലാസ്റ്റ് അവിടെ മാജി ആദ്യം പോകുമ്പോ മാജി ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് ഉണ്ട്. റസിലൊരു കുട്ടീന്റെ പേരുണ്ട്. അലീനെ കാണുമ്പോഴാണ് മമത ഗ്രാൻഡ് സിറ്റി. ഗൾഫ് പോകണമായിരുന്നു. ഗൾഫിൽ നിന്ന് വരുന്നതായില്ല. അപ്പൊ നമ്മൾ ട്രാക്കിൽ എത്തിയിട്ട് കാണാം. അല്ലേ നമ്മള് റെയിൽവേ സ്റ്റേഷനിലെത്തി. അത് അടുത്ത റെയിൽവേ സ്റ്റേഷൻ ഇപ്പൊ എത്തും. ഇപ്പൊ എത്രയായി? ടൈം എത്രയായി? 30 എത്തുന്നാണ് പറയുന്നത്. അപ്പം 30 എത്തും. നമ്മള് യാത്ര പരിപാടി ഫൈനലി നോക്കേ. ഒരു ബിസിനസ് ഇട്ടോ. ഒറ്റ ഒരു സ്പിന്ന്, ഒറ്റ റൗണ്ട് നമ്മൾ കളിച്ചിട്ട് വേർത്തിട്ടൊക്കെ വെള്ളം എന്താടാ ഈ ബാലുവിന്റെ കൗതുക പ്രവർത്തികളൊന്നും കാണാൻ കഴിയില്ല ഒരു മാസത്തേക്ക്. ഞാൻ അതിൽ വരെ ഫോം വിളിച്ചെടുക്കണം. ഫോം വിളിച്ചെടുക്കില്ല. 3VP വിളിക്കും. ഫ്രീ ഉണ്ടാവില്ലല്ലോ. ഞാൻ അങ്ങനത്തെ എടുക്കൊന്നുമില്ല ഇപ്രാവശ്യം നേരെ കയ്യാറാശില്ല. ഇനി നമ്മളെല്ലാവരും നാട്ടിലേക്ക് അന്ന് ഞാൻ ഡ്രസ് കൊടുക്കും. ഞാനും തന്നെ. അതെ, അത് ഈ വരണ പോർക്കെ കുടുങ്ങിയിട്ട് ബേബി ആണോ അല്ലെ വേഗം പറഞ്ഞോ ഉണ്ടാവും. സെറ്റല്ലേ? നമ്മള് കളി തുടങ്ങി. അവൻ ഈ ട്രെയിനിൽ കയറിയിട്ട് കാണാം. അതെ, ട്രെയിനിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. എന്തായാലും കേരളം കഴിഞ്ഞിട്ടില്ല. അപ്പം മലയാളത്തിലാണ് അനൗൺസ്മെന്റ്. ഇതാണ് ഒന്ന് മുഖം കഴുകാനായിട്ട് വന്നതാ. വ്ളോഗ് എടുക്കാനൊന്നും ടൈമില്ല മക്കളെ. ഫുള്ള് ആൾക്കാരും എന്താ പറയുക, AC ആയിട്ടൊരു ചൂട്, ചെറിയൊരു എന്താ പറയുക ഹ്യൂമിഡിറ്റി എന്ന് തോന്നുന്നൊരു സുഖം കിട്ടുന്നില്ല. ഫോൺ ഫുൾ ചാർജ് ആക്കി സിം ഡൗൺലോഡ് ചെയ്ത് പാട്ട് ഫുള്ള് ഡൗൺലോഡ് ചെയ്ത് ഇനി നമുക്ക് നോക്കാം. വെള്ളം വാങ്ങണം, ഫുഡ് കുറച്ചുകൂടി കഴിഞ്ഞ് കഴിക്കാം. അപ്പം പീസ്. നാളെ രാവിലേക്ക് ഇനി കാണാം. പറയുന്നത് കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല. നമ്മൾ ബാംഗ്ലൂരിൽ കയറാൻ പോകുന്നത്.